ഫോട്ടോ എടുക്കുന്നില്ല അങ്ങനെ കളിക്കുന്നില്ലേ അതേമാതിരി ഞാൻ കയറിയിട്ട് കളിച്ച. ഓ, ഇത് നമ്മുടെ സ്റ്റേജിൽ കയറി നാടകം കളിച്ച അപ്പൂപ്പനല്ലേ? നീ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയതാണ്. എന്റെ കൈ കൊണ്ടു തന്നു, എനിക്ക് പെൻഷൻ കിട്ടി, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു പാവം കർഷകത്തൊഴിലാളി. എന്ത് പറ്റി അപ്പൂപ്പ? ഏറി നിറങ്ങില്ലേ ഇതുവരെ? വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ എല്ലാം തിരിച്ചു തരുമെന്ന്. പാവം, സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് എങ്ങാണ്ട് സ്റ്റാർട്ട് ആക്ഷൻ ഒക്കെ പറഞ്ഞ് അവിടെ കയറ്റി നിർത്തിയതാ കേട്ടോ. എടി, അപ്പ അവരങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. രണ്ടായാലും ഉപകാരം നമുക്കാ. പെൻഷൻ കിട്ടിയ പൈസ UDF വന്നാലും കിട്ടൂല. പുള്ളിക്കാരൻ വിചാരിച്ചു ഇതിനോടകം പുള്ളിക്കാരൻ സിനിമാ നടനായി ആളുകളൊക്കെ ഓട്ടോഗ്രാഫിനും ഫോട്ടോ എടുക്കാനും ഒക്കെ പുറകെ കൂടുമെന്ന്. ഇപ്പതേ നിലത്തോട്ട് ഇറങ്ങാൻ സമയമില്ല. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഫോട്ടോ എടുക്കുന്നില്ല അങ്ങനെ കളിക്കുന്നില്ലേ? എന്തൊരവസ്ഥ! എത്ര നിഷ്കളങ്കമായിട്ടാ സാധു പറയുന്നത്. പൈസ നിങ്ങൾ ആ ഗോവിന്ദമ്യാശ്രടെ കൊടുക്കണം, അപ്പം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും, നിങ്ങളുടെ പോക്കറ്റ് വെച്ച് തരും. ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വലിയ സിനിമാ നടനാണ്, നിങ്ങളൊന്ന് അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. മറ്റേ ബംഗാളികൾക്ക് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോ ലീക്കായല്ലോ, അതുകൊണ്ട് ആരും അതൊക്കെ ഷൂട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചായിരുന്നു സഖാക്കള്. പക്ഷെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇതൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാരെ. തൊടുന്നതെല്ലാം 3G ആവുകയാണല്ലോ മ്യാഷ്ട്രേ. എന്തിന് അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ. ആ ഗമ ആശാ തന്നെ വെച്ചോ. ബഹുമാനത്തോടുകൂടി ആ 2000 രൂപ വാങ്ങി തിരിച്ചു വരുമ്പോൾ ആ 2000 രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ പോയി. പേരേതായാലും അറിഞ്ഞു തന്നെ ഇട്ടതാ. എല്ലാം ഗോവിന്ദ, എവിടെ കൈവച്ചാലും ഗോവിന്ദ. അഴിമതി വിശദീകരണ യാത്രക്കിടയിൽ മത്സ്യത്തൊഴിലാളികൾ കൊടുത്ത ഒരു സ്വീകരണമാണ്. CPI കൊട്ടിവിട്ടതാണെന്ന് മ്യാസ്റ്റർക്ക് മനസ്സിലാകാതാണോ അതോ ആ കൊട്ടലിൽ മ്യാസ്റ്ററും കൂടെ പങ്കുചേർന്ന് പിണറായി തമ്പുരാനിട്ട് ഒന്നാഞ്ഞു കൊട്ടിയതാണോ എന്ന് അറിയത്തില്ല. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. പൊളിഞ്ഞു.